സാധനത്തിൻ്റെ ഒരു പുതിയ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണം അടിപൊളിയായി നടത്താൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ കൃഷ്ണമംഗലത്തുകാർ. എന്തായാലും മിത്ര ചതിക്കൊന്നില്ല എന്നുള്ള പ്രതീക്ഷയിൽ നാടടച്ച് കല്യാണം വിളിച്ച് കല്യാണത്താലോസം, അതായത് മെഹന്തി, മൈലാഞ്ചി, മഞ്ഞ കല്യാണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മിത്ര മുങ്ങുന്നുണ്ട്. മിഥുൻ വരും ശരിക്കും കൃഷ്ണമംഗലത്ത് വന്ന് മിത്രനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി ചാവുന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ പേടിച്ച് മിഥുൻ്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ മിത്ര പോയ കാര്യം എല്ലാവരും അറിഞ്ഞ് അവിടെ ആകെ കരച്ചിലും ബഹളവും. നമ്മുടെ മിത്രയുടെ അമ്മ, അതായത് ആനന്ദവർമ്മയുടെ ഭാര്യ, നെഞ്ചത്തൊക്കെ ഇടിച്ച് കരയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. മിത്ര പോയി എന്ന് പറഞ്ഞാൽ അലോകാണെങ്കിലും ഷോക്കായി നിൽക്കുന്നുണ്ട്. കല്യാണം ബാലനെ പറയാത്തത് കൊണ്ട് ബാലനും ഫാമിലിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് അന്ന് പോകുന്നത്. അവിടെ ചെന്ന് ഇരിക്കാം, അവരുടെ മനസ്സിലെ വിഷമം മാറാൻ വേണ്ടി അവർ അങ്ങോട്ടാണ് പോകുന്നത്. ഗോമതി ആ നടക്കിൽ ചെന്നിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ല, ഞാനത് തെറ്റായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയിന് അവിടെ ഇരുന്നിട്ട് മീനാക്ഷിയെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ കൃഷ്ണനായി വരുന്നുണ്ട്. കൃഷ്ണൻ നമ്മുടെ ഗോമതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുന്നതായിട്ടാണ് ശരിക്കും തോന്നുന്നത്. സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഒരു കൃഷ്ണൻ വരുന്നുണ്ട്. എന്തായാലും ആ കൃഷ്ണൻ വന്ന് നമ്മുടെ ഗോമതിനെ അങ്ങനെ തോളിലൊക്കെ പിടിച്ച് തട്ടി തലോടുന്നൊക്കെ ഉണ്ട്. അത് സാധാരണ ഒരു മനുഷ്യനും തന്നെ മീനാക്ഷി വിചാരിക്കുന്നത്. പക്ഷെ സാക്ഷാൽ കൃഷ്ണൻ തന്നെ വന്ന് നമ്മുടെ ഗോമതിനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഒരു ഭാഗമുണ്ട്. എന്തായാലും കൃഷ്ണമംഗലത്താർക്ക് നല്ലൊരു അടിന് മിത്ര വഴി കിട്ടുന്നത്. ആകെ നാണം കെട്ട് അന്ന് പെങ്ങൾ ചെയ്തത് ഇന്ന് മകൾ ചെയ്തത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആകെ തകർന്നു നിൽക്കുന്ന കൃഷ്ണമംഗലത്തുകാരെയും കാണിക്കുന്നുണ്ട്. പ്രൊമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.